എടാ പനീർ സാറൊന്നും നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ. ഇത് ആരുടെ ഈ പനീർ സാറ്? കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇക്ക അയാളെയാണെന്ന് വിളിക്കാൻ ചെയ്യല് മര്യാദ കൊടുക്കണം. വിജയന്റെ സെക്രട്ടറിയാണ് പനീർ സാർ. ആരുടെ? വിജയന്റെ സെക്രട്ടറിയാ? കഷ്ടം. ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുന്നു. ശരിയാ, നമുക്ക് ഇയാൾ കട്ട് ചെയ്താലും ഓവറായാ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. 12 കഴിഞ്ഞു. നീ എന്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരിയല്ലേ, തെറ്റാമൊഴിയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ തെറ്റാണ്. ഹലോ എടാ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ബിജു ഇതാ പോലീസ് സ്റ്റേഷൻ ഇരുന്നില്ലടാ. ആ എടാ, ഈ വലതുവശത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങ വന്നേ. നീ ഇനിയിപ്പോ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ, ഒരു ഗണപതി അല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം സിംഗസൂനി വരുന്നു. എന്തോടാ ഗണപതിയൊക്കെ ആയിട്ട് എസ് എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്ക് റിലീസ് പാളിന്നേട്ടല്ല. ഓ, അലമ്പൊന്നും ആയില്ല. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്നെ വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നാനെ? പിന്നെ ഇവന്റെ മാമന്റെ മാമോദിക്ക് വരില്ല സൂര്യന്റെ പണി. ഒന്ന് പോടാ അളിയ, രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്. എന്തായാലും വൈകുന്നേരം മാമോദിക്ക് എടാ അടിച്ചിട്ട് പിരിയാ. രണ്ടെണ്ണം കിട്ടുവോ? എടാ സൈമ, നമുക്ക് സൂര്യപാനായല്ലോ. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. തരാം. എടാ ബിജുവേ, എടാ ബിജുവേ, യെസ് ഡാഡ്. എടാ ഇങ്ങോട്ടൊന്ന് വാടാ. ഡാഡി വിളിക്കുന്നത്, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി? നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്, എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94-ാം വയസ്സിൽ. തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അனுப்புമ്പോൾ ഗാന്ധിക്ക് വയസ്സ്. എടാ, ഗാന്ധിക്ക് വയസ്സ് എത്ര? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങ ഇരിക്കെ ഇങ്ങ. മദനകാമേശ്വരൻ കറക്റ്റാ. അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവണുണ്ടല്ലോടാ. അതും ശരിയാണല്ലോടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റൂ. ആ പറടി. വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. ആ വരും വരും വരും. മോളെ കൊടുക്കണ്ട നീ. വരും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു മീറ്റിങ്ങിലാണ്. വരും. ആ ആ ഉമ്മ മീറ്റിംഗില്ലേ? എന്ത് മീറ്റിംഗ്? ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ? എവന്റെ ഈ പാട്ടും കുത്തും മേലെ ഈ വീട്ടിൽ വെച്ചു പോരുന്നു. ഒരുത്തനോ നശിച്ചു. ഇനി നീയും തുടങ്ങിക്കോ. ഞാൻ അവിടെ മീൻ കഴി വെച്ചിട്ടുണ്ട്. നീ പോയി കറി വെച്ചേ. എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്. അമ്മ, എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്ന് TV കാണുകയല്ലായിരുന്നോ? കറി വെക്കാൻ പറഞ്ഞപ്പോ അവളുടെ ഒരു അസൈൻമെന്റ് സത്യമായിട്ട് എഴുതാനുണ്ട് അമ്മ. ഡീ എഴിച്ചു പൊടി, പോയി കറി വെക്കടി. അമ്മ അമ്മ ഉണ്ണീശോയെ, മാതാവേ, ഔസേപിതാവേ, രക്ഷിക്കണേ. പുൽക്കൂട്ടിലിടയൻ കാവൽ മുനകമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മേ പാൽ. ഓക്കെ, അമ്മേ പാൽ.
നിക്കടാ അവിടെ. എവിടായിരുന്നടാ നീ ഈ 3 ദിവസം? പോക്കിരി റിലീസ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 27 വയസ്സ് തികഞ്ഞു നിനക്ക് അറിയോ? നിന്റെ കൂടെ പഠിച്ച ജോർജും വിപിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും PSC ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ, അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയാമ്മ. ആ കുട്ടിയായി. എന്തു കുട്ടി? സൈമ, നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മാന്ന് വിളിച്ചേ. ഇങ്ങോട്ട് മൂത്തോക്കി വിളിയടാ. അമ്മ ഇക്കടാ അവിടെ. നെഞ്ചിനോട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച്. അമ്മ കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയും മുളകും വേടി. ആ കൊളാക്കി തരാം. കഴിച്ചിട്ട് വന്ന് നന്നായി. ഊതടാ ഊത്. നിന്നോടാ പറഞ്ഞ ഊതാൻ. ഊത്, ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പൊയ്ക്കോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിന് ഒറ്റ കൊടുത്ത നീചനായ യൂദാസാണ് ഞാൻ. എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ ചെങ്കോൾ? എവിടെ എന്റെ ചെങ്കോൾ? ആരെവിടെ? ആരെവിടെ? ഉടൻ തന്നെ 101 ആനകളെയും 101 ആനകളെയും 101 കുതിരകളെയും 101 കുതിരകളെയും അണിനിരക്കുവിൻ. അണിനിരക്കുവിൻ. എങ്ങനെയാണ് ഇത്തവണത്തെ കലാപ്രതിഭ? മോളെ തെറി. തരി ബേബി. മോളെ വേട്ടക്കാരൻ. അത് உங்களுக்கெல்லாம் போலீஸ்காரன் பத்தாதடா, வேற 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 வேட்டக்காரன் தானா வேணும். നെക്സ്റ്റ് പോക്കിരി. ஒரு வாட்டி முடிவு பண்ணிட்டானா என் பேச்சு நானே கேட்க மாட்டேன். പൊളിച്ച്. നീ പ്രതിഭയല്ല, കലാപ്രതിഭ. അപ്പന്റെ വില കാത്തിരി. താങ്ക്സ് അപ്പാ. കൊള്ളാലൂടെ ഗണേശ, കൊച്ചിന്റെ സ്റ്റാർ സിംഗിലോട്ട് ഫ്ലാറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്നു മൂസാക്ക, നമുക്ക് ഈ ഫ്ലാറ്റിൽ കിടന്ന് ഉറക്കൊന്നും വരത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. അതിന് നീ ഏത് ഫ്ലാറ്റിലാണ് കിടന്നുറങ്ങിയത്? അങ്ങനെയൊന്നുമില്ല, ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ലേലും ഇങ്ങനെ തന്നെ മണ്ടന. സ്റ്റാർ സിംഗർ പാട്ടുകാർക്കുള്ളതാ, അല്ലാതെ അഭിനയിക്കുന്നവർക്കല്ല. അതൊക്കെ വേറെ പരടി. ഒന്ന് പോവാ. പോടാ, എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് വിജയന്റെ കൂടെ അഭിനയിക്കണം, വേലായത്തിലെ ശബ്ദിച്ചേ പോലെ. എന്റെ മോൾക്ക് അത്ര എന്തിനാ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? മോളെ, ഇവന്മാര് തല കുത്തി നിന്നിട്ട് വരെ അങ്ങേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല, പിന്നല്ലേ അഭിനയം? ഇതൊന്നും നടക്കത്തില്ല മോളെ. ഇവന്മാർക്ക് വട്ട് നിങ്ങളുടെ മാമയ്ക്കാം. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ മനസ്സിലായില്ലേ? പല രാത്രി നിങ്ങൾ വീട്ടിൽ അവരാധം പറയും. ചുമ്മാ ഞങ്ങളെ പെണ്ണുമ്പോൾ അടിച്ചിറക്കി. ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ. ഇനി ഇവിടെ നിന്ന് എന്റെ ഇടി പഠിക്കും. വിഷമായോ? നമ്മൾ വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓക്കേ?